യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് ഈ ആത്മീയ പോരാട്ടത്തിൽ, ഈ ആത്മീയ യാത്രയിൽ നാം മുന്നോട്ട് തന്നെ നീങ്ങണം എന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 62-ാം തിരുവചനം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ യാത്രയിൽ നമ്മെ പുറകോട്ട് വലിക്കുന്ന, പിന്തിരിപ്പിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളും വ്യക്തികളും സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോഴൊക്കെ പ്രിയപ്പെട്ടവരെ, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, പരിശുദ്ധാത്മ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഏതെങ്കിലും ഒരു സഹനം വരുന്നു, ഞെരുക്കം വരുന്നു, പിശാച് പെട്ടെന്ന് നമ്മളെ പല കാര്യങ്ങളിൽ നിന്ന്, നല്ല കാര്യങ്ങളിൽ നിന്ന്, ആത്മീയ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ദൈവാത്മാവിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കണം. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ഈശോ ലക്ഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് കുരിശ് എടുക്കാൻ പോകുന്നു. കുരിശ് മരണമുണ്ട്, പീഡാസഹനമൊക്കെ ഉണ്ട്. സമയത്ത് ഞാൻ ആ പീഡാസഹനത്തിന് ഒരുങ്ങുകയാണെന്നൊക്കെ പറയും. പത്രോസ്ലീഹ തടസ്സം നിൽക്കുന്നുണ്ട്. ഈശോ പെട്ടെന്ന് പറയുന്നുണ്ട്, സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് മാറുക, സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് മാറുക. പ്രിയപ്പെട്ടവരെ, ആത്മീയ യാത്രയിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ചില സഹനങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം, ഞെരുക്കം ഉണ്ടാകാം, മരണം ഉണ്ടാകാം, മാനസികമായ അസ്വസ്ഥതകളുണ്ടാകാം, ശാരീരികമായ പ്രയാസങ്ങളുണ്ടാകാം. അപ്പോഴൊക്കെ പ്രിയപ്പെട്ടവരെ, പിശാചിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. മാനസികമായിട്ട് തളർന്നവരുണ്ട്, ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും, മുന്നോട്ട് പോകാനുള്ള ആകുലതകൾ, വിഷമങ്ങൾ, അവിടെയൊക്കെ കർത്താവ് പറയാണ്, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ഇന്നൊരു ഞെരുക്കത്തിലാണോ, വിഷമത്തിലാണോ, ബുദ്ധിമുട്ടിലാണോ, പ്രയാസത്തിലാണോ? സാരമില്ല, നിരാശപ്പെടരുത്. ധൈര്യമായിട്ട് കർത്താവിൻ്റെ കരം പിടിക്കുക, പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുക. അങ്ങനെ മുന്നോട്ട് നീങ്ങ്. സ്വർഗനിവാസികളൊക്കെ നിന്നെ പ്രത്യേകമായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഭയപ്പെടാതിരിക്കുക. ധൈര്യമായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, പരിശുദ്ധാത്മ ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങുക. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് നീങ്ങാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. വളരെ പ്രത്യേകമായിട്ട് തളർന്നിരിക്കുന്ന മക്കളെ, നിരാശയിലായിരിക്കുന്ന മക്കളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്തരം എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കൂടുതൽ ധൈര്യത്തോടെ, തീക്ഷ്ണയോടെ മുന്നോട്ട് നീങ്ങാനുള്ള കൃപയും ശക്തി ഇവർക്ക് നൽകണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.